കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ നാനാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ഭയങ്കര ടേസ്റ്റാണ്. അതും കൂട്ടിയിട്ട് ഈ നാൻ കഴിക്കാനായിട്ട് സൂപ്പറാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ചൂടായ പാനിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ആദ്യം ചേർക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 200 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഒരു പിങ്ക് കളർ മാറി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ്. അതിന് പകരം നിങ്ങൾക്ക് അത് അഥവാ ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വരെ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് സമയം വരെ വേവിച്ചെടുക്കാം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതുകൊണ്ടും ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഒരു 10 മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കുകയാണ്. കുറച്ച് ഒരു അരക്കപ്പോളം ക്യാപ്സിക്കം, അത്രയും തന്നെ സവാള കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ, പിന്നെ കുറച്ച് മല്ലിയില, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. സ്വീറ്റ് കോൺ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പകരം നിങ്ങൾക്ക് ക്യാരറ്റോ ക്യാബേജോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഇവിടെ മാറ്റി വെക്കാം. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ വരെ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കേണ്ടത്. സാധാരണ പച്ചവെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഞാനിതൊരു 5 പീസായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി വെക്കുന്നുണ്ട്. നമ്മുടെ സ്നാക്സിന് എത്രയാണ് വലിപ്പം വേണ്ടതെന്നുള്ള ഇതനുസരിച്ചിട്ട് ആ ഒരു വലിപ്പത്തിലാണ് ഉരുളകൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് വലുതായിട്ട് ആണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് 5 പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഓരോന്നും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. തീരെ കനം കുറഞ്ഞിട്ടല്ല, നമ്മൾ പൂരിയൊക്കെ പരത്തുന്നത് പോലെ കുറച്ച് തിക്കായിട്ട് പരത്തുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും പിടിച്ചിട്ട് നന്നായിട്ടങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഒരു കിഴി പോലെ ആക്കിയതിന് ശേഷം വീണ്ടും പതുക്കെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കീറിപ്പോവുകയാണെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ചൊന്ന് പരത്തിയെടുക്കുക. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇങ്ങനെ പരത്തിയെടുത്ത് റെഡിയാക്കി വെക്കാം. അങ്ങനെ 5 എണ്ണവും പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ തവയിലേക്ക് ഈ ചിക്കൻ നാൻ വെച്ചിട്ട് 2 ഭാഗവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഇതിൽ 4 എണ്ണമാണ് കൊള്ളുന്നത്. 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നിറയെ ഇട്ടാലും ശരിയാവില്ല. ഇതിലിപ്പോൾ 4 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ഇങ്ങനെ 3, 4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇടുകയാണെങ്കിൽ അവിടെ അങ്ങ് പിടിച്ച് കിട്ടും. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ മല്ലിയില വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകിപ്പോവും. മല്ലിയില വെച്ചിട്ട് ഞാനൊന്ന് തിരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിയില അവിടെ അങ്ങനെ പിടിച്ചിരുന്നോളും. അപ്പോൾ മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റും കിട്ടും, കാണാനും നല്ല ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തിരിച്ചിട്ട ഭാഗത്ത് വീണ്ടും ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആ ഭാഗം കൂടി തിരിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് പുരട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യ്ക്ക് പകരം ബട്ടർ ആണെങ്കിലും പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ നെയ്യാണ് പുരട്ടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നെയ്യും ബട്ടറൊന്നും വേണ്ട, വെറുതെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും നല്ല ടേസ്റ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നെയ്യ് പുരട്ടിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ തിരിച്ചിട്ട ഭാഗത്ത് വീണ്ടും ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ ചിക്കൻ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് വശവും നല്ലതുപോലെ മൊരിഞ്ഞ് വന്ന് എല്ലാ ഭാഗത്തും നെയ്യൊക്കെ പുരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് കുറച്ചധികം മൊരിഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ചിക്കൻ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി വന്ന ഒരെണ്ണം കൂടി നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നാനിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അധികം ഓയിലൊന്നും ഇല്ലാതുകൊണ്ട് നമ്മളാകെ ഫില്ലിങ് തയ്യാറാക്കുന്ന സമയത്ത് മാത്രമാണ് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തത്. പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി പുരട്ടി കൊടുത്തിട്ടുണ്ട്. അത് പക്ഷെ നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഒരെണ്ണം മതി കേട്ടോ നമുക്ക്. ഇഫ്താറിനൊക്കെ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒറ്റ എണ്ണം കഴിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ ഫുള്ളാവും. കാരണം നല്ലോണം ഫില്ലിങ്ങും ഉണ്ട്. പിന്നെ നാനാണല്ലോ. അപ്പോൾ നല്ലോണം വയറൊക്കെ നിറയും. ഒരെണ്ണം കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.